അഭിലാഷ് നോക്കൂ, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും ഈ രാജ്യത്ത് BJP അധികാരത്തിൽ തുടർന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരുപാട് ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധികൾ കടന്നുപോയ കാലഘട്ടങ്ങളിലൂടെ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഞങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതിയെ സംബന്ധിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്ര ഫേസായിട്ടാണ് നടക്കുന്നത്, എവിടെയൊക്കെയാണ്, കേരളത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ പാർട്ടികളും വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് BJPയുടെ ഏതാനും സ്ഥാനാർത്ഥികൾ വരാനുണ്ട് എന്നൊഴിച്ചാൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ വളരെ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം എന്നുള്ളത് NDAയുടേതാണോ LDFന്റേതാണോ എന്ന അറിയാത്ത ഒരു കൺവീനർ ശ്രീ EP ജയരാജന് മാത്രമേ സംശയമുള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾക്കും നല്ല വ്യക്തതയുണ്ട്. കേരളത്തിൽ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു. ദേശീയ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ സ്വാഭാവികമായും താങ്കൾ ചോദിച്ചു കോൺഗ്രസിന്റെ പ്രസക്തിയെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ സംബന്ധിച്ചും ഒരു സംശയവും വേണ്ട. കോൺഗ്രസിന് ഒന്നോ രണ്ടോ സ്റ്റേറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സീറ്റുകളിലേക്ക് ജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്ക് സൗത്ത് ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസും UDFും ശക്തമാണ്. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് കിട്ടിയാണ്. ഇപ്രാവശ്യം 20 സീറ്റും കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ സീറ്റ് കുറവായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നിട്ട് നാളുകളെ ആയിട്ടുള്ളൂ. സ്വാഭാവികമായും സീറ്റുകൾ കൂടുതലായി ലഭിക്കേണ്ടതുണ്ട്. ആന്ധ്രയിൽ, അതുപോലെ മഹാരാഷ്ട്രയിൽ, അങ്ങനെ തുടങ്ങിയാൽ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഗുജറാത്ത് ഒഴികെ ഒരു പക്ഷേ മിക്ക സംസ്ഥാനങ്ങളിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും കൂടുതൽ ശക്തി ആർജിക്കുകയും ഭരണത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. 2004 ഇന്ത്യ ഷൈനിങ് എന്ന ഒരു ക്യാമ്പയിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെയാണ് കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് വന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാം. അപ്രതീക്ഷിതമാണ് എന്ന് പലരും വിധിയെഴുതിയെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേർക്കുന്നത്. ഏതായാലും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന വേളയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ അടിസ്ഥാനപരമായ വർക്കുകളെല്ലാം മുന്നേറി കഴിഞ്ഞു. ഇവിടെ ഈ നമ്മളിപ്പോ ഏറ്റവും അവസാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ CAA ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ നിലപാടുകൾ ഇന്ത്യയിലെ ജനങ്ങൾ, വോട്ടർമാർ സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് UDFനും കേരളത്തിലും അതുപോലെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും അനുകൂലമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും.